ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ ശരത് ചേട്ടൻ, NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ്, മന്ദാരപ്പൂക്കളിൻ്റെ കൺവീനർ ശ്രീ സതീഷ്, കൾച്ചർ വിംഗ് സെക്രട്ടറി ശ്രീ സന്തോഷ്, ലിറ്റററി വിംഗ് ശ്രീ മനു, പ്രോഗ്രാം ജനറൽ കോർഡിനേറ്റർ ജയൻ ചേട്ടൻ, മറ്റ് സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഡോക്ടർ ബാബു രാമചന്ദ്രൻ, NSSൻ്റെ സീനിയർ അംഗങ്ങളെ, ജനാർദ്ദനൻ ചേട്ടൻ, അങ്ങനെ NSSൻ്റെ ഫോർമർ ജനറൽ സെക്രട്ടറി പ്രവീൺ, സുഭാഷ്, സീനിയർ മെമ്പർ അനിൽകുമാർ, ഫോർമർ പ്രസിഡന്റ് സുനിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് NSSനെ, കേരള സോഷ്യൽ ആൻഡ് കൾച്ചർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രധാനപ്പെട്ട ദിവസമാണ്. കേവലം കുറച്ചു നാളുകൾക്കുള്ളിൽ, 25-26 ദിവസത്തിനുള്ളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടൊപ്പം തോളോട് തോൾ ചേർന്ന്, കൺവീനർ സതീഷിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് വിജയകരമാക്കിയ മന്നം ബാലകലോത്സവത്തിൻ്റെ ഫിനാലെയാണ് ഇന്ന്. കവിതാ പുരസ്കാരത്തിൻ്റെ വേദിയാണ്. അക്കാഡമിക് അച്ചീവേഴ്സിനെ ആദരിക്കുന്ന വേദിയാണ്. എല്ലാത്തിനും ഉപരി കിരീടത്തിൽ വജ്രം പതിച്ച പോലെ ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയത് ശ്രീ വയലാർ രാമവർമ്മയുടെ സുപുത്രൻ ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, ഹിറ്റായ ഗാനങ്ങൾ, പല അവാർഡുകളും, ഫിലിം ഫെയറിൻ്റെ അവാർഡുകളടക്കം പല അവാർഡുകളും വാങ്ങിച്ച അദ്ദേഹത്തെ ഞാൻ നേരിട്ടിട്ട് കണ്ടിരുന്നില്ല, പരിചയപ്പെട്ടിരുന്നില്ല. ഇന്ന് കണ്ടപ്പോൾ ഇത്രയും ലാളിത്യം നിറഞ്ഞ വ്യക്തി, അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെ ഈ ചടങ്ങിൽ കിട്ടിയത്, ഇല്ലെങ്കിൽ പല വ്യക്തികളുടെ കൂടെയും ചടങ്ങിൽ വേദിയിൽ ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ മനസ്സിന് വലിയ സന്തോഷം തോന്നുന്നു. താങ്ക് യു ശരത് ചേട്ടൻ, ഗ്രേസ് ഇൻ ദിസ് ഒക്കേഷൻ വിത്ത് യുവർ എസ്റ്റീംഡ് പ്രസൻസ്. കേരള സോഷ്യൽ കൾച്ചർ അസോസിയേഷൻ്റെ സെക്രട്ടറി മനോജ് വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് ആദ്യമായി ഞാൻ നന്ദി പറയട്ടെ. ശരിയാണ്, കേരള സോഷ്യൽ കൾച്ചർ അസോസിയേഷൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾക്കായി കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. കൾച്ചർ വിംഗ് സെക്രട്ടറി ശ്രീ സന്തോഷ് കാരാട്ടിൻ്റെ കുട്ടികൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വാക്കുകളാണ് ചർച്ചയ്ക്കൊടുവിൽ രൂപാന്തരപ്പെട്ട മന്ദാരപ്പൂക്കൾ എന്ന പേരിൽ മന്നം ബാലകലോത്സവമായി രൂപാന്തരപ്പെട്ടത്. കുട്ടികളാണ് ഭാരതത്തിൻ്റെ ഭാവി. ഭാരതത്തിൻ്റെ എന്നല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളാണ് ഈ ലോകത്തിൻ്റെ തന്നെ ഭാവി. അത് നമുക്ക് ഗൂഗിളിൻ്റെ CEO, അഡോബിൻ്റെ CEO, മൈക്രോസോഫ്റ്റിൻ്റെ CEO, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ സപ്ലയർ, അല്ലെങ്കിൽ റേഞ്ച് റോവറിൻ്റെ ഉടമസ്ഥൻ, ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, നാനാ തരത്തിലുള്ള ഏത് പുരോഗതിയായാലും, കലാസാഹിത്യ പുരോഗതിയായാലും, ശാസ്ത്ര സാങ്കേതിക പുരോഗതിയായാലും, സാമൂഹിക സാംസ്കാരിക പുരോഗതിയായാലും, വ്യാപാര പുരോഗതിയായാലും നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ കൊച്ചുങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് നിശ്ചിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള മത്സരങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത് എന്ന് പങ്കെടുക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ പ്രൈസ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ മാറ്റുരയ്ക്കാൻ, നമ്മുടെ സ്കിൽ പ്രകടിപ്പിക്കാൻ, സ്കിൽ ഷാർപ്പൺ ചെയ്യാൻ കിട്ടുന്ന ഒരവസരമാണ്. ഒരു അവസരം വരുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ സ്കില്ലിനെ ഷാർപ്പൺ ചെയ്ത് എടുക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നൈപുണ്യങ്ങളെ പരിപോഷിപ്പിച്ചാൽ മാത്രമേ നമ്മളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക്, ആ ഭാഗത്തിരിക്കുന്ന കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ
ജീവിതത്തിലെ ഉപകാരപ്പെടുന്ന 4-5 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്യണം, പ്രോബ്ലമായി കാണരുത്. അപ്പോൾ ചാലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ വീക്ക്നെസ് താരതമ്യേന കുറഞ്ഞു പോവുകയും നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാവുകയും ചെയ്യും. മാത്രമല്ല, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും, പ്രസംഗത്തിലാവാം, അല്ലെങ്കിൽ കറാട്ടയിലാവാം, അല്ലെങ്കിൽ ബാഡ്മിൻ്റണിലാവാം, ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഒരു സ്കില്ല് ഓരോ വർഷവും പല സമയത്തായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ പല സമയത്തും നമുക്ക് ഉപകാരപ്പെടും. ഞാൻ ശ്രീ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ചിക്കോഗയിലെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ടു മീ ഈസ് നോട്ട് ആൻ ഏത്തിസ്റ്റ് ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ഗോഡ്. ടു മീ ഈസ് ആൻ ഏത്തിസ്റ്റ് ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ഹിംസെൽഫ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു വ്യക്തി നിരീശ്വരവാദിയാകുന്നില്ല. മറിച്ചോ സ്വന്തം കഴിവിലും ആത്മവിശ്വാസവും ഇല്ലാത്തൊരു വ്യക്തി ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിരീശ്വരവാദിയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പഴഞ്ചൊല്ലുകളല്ല, കൊട്ടേഷൻസ്, ഉദ്ധരണികൾ, അവയെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. ചില പാർട്ടിക്കാർ അക്ഷരാർത്ഥത്തിൽ അതിനെടുത്ത് ശ്രീ സ്വാമി വിവേകാനന്ദൻ എൻ്റെ പാർട്ടിക്കാരനാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാം. അതിൻ്റെ അർത്ഥം എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാം എന്നാണോ? അല്ല. എല്ലുമുറിയെ പണിയെടുത്താൽ എന്താ സംഭവിക്കുക? നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കും. അപ്പോൾ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് നന്നായി ജീവിക്കാം, വിശപ്പ് മാറുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ച് അന്തസ്സായി ജീവിക്കാം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ് നമുക്ക് നമ്മുടെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു കാര്യം. കാരണം ലോകത്ത് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരുപാട് മാർഗതടസ്സങ്ങളും പ്രയാസങ്ങളും പരസ്പരമുള്ള പ്രശ്നങ്ങളുമൊക്കെ വളരെ അധികം പീക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ, കാരണം ഓരോ കുട്ടികളും എഡ്യൂക്കേറ്റഡ് ആണ്, ഓരോ കുട്ടികളും മിടുക്കന്മാരാണ്, പല രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. പല ആളുകളും പല രീതിയിലും നിങ്ങളോട് പെരുമാറും. പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ വരെ പെരുമാറാൻ വേണ്ടി ആളുകൾ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. പല രീതിയിലും ആളുകൾ പറഞ്ഞേക്കാം. പക്ഷെ പമ്പ കടത്തുക എന്ന് പറഞ്ഞ ഈ പഴഞ്ചൊല്ല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ പമ്പയുടെ തീരത്ത് ചെന്ന് കൈ പിടിച്ച് പമ്പ കടത്തിക്കൊന്നുമല്ല. ഈ ബഹറിലൊരാളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ബഹറിൽ നിന്ന് ഇല്ലാതാക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? അഹങ്കാരിയായ അധികാരമോഹികളായ ആളുകൾക്ക് അത്തരം പ്രയോഗങ്ങൾ നടത്താൻ പറ്റും. നാടുവാഴിയുടെ പ്രയോഗമാണത്. ഈ കുറ്റം ചെയ്തവരെ പമ്പ കടത്തുക എന്നുള്ളത് നാടുവാഴിയുടെ പ്രയോഗമാണ്. അല്ലാതെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഒരു ശരിയായ അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്കും വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ത്രാണി നിങ്ങൾക്ക് വേണമെങ്കിൽ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസത്തിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ബോംബെയിൽ ഒരു കമ്പനിയിൽ റീജിയണൽ സെയിൽസ് ഹെഡായി വർക്ക് ചെയ്തിരുന്ന ഒരു സമയത്ത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-25 പേരുണ്ട്. എൻ്റെ കീഴിൽ ഒരു 12 പേരും വേറെ റീജിയൻ്റെ കീഴിൽ 12 പേരും. അപ്പോൾ അതിൻ്റെ ഗുജറാത്തി ഓണർ പറയുകയാണ്, ലാസ്റ്റ് ആ മീറ്റിങ്ങിൻ്റെ ഒരു സെഷൻ പുള്ളി ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ ശേഷം, നായർ ഈസ് ദ ഉസ്താദ്, ലേൺ ഫ്രം മിസ്റ്റർ നായർ. അപ്പോൾ ആ വാക്കുകൾ, അതായത് നിങ്ങളെപ്പറ്റി ഞാനിത് പറയുന്നത് എന്നെപ്പറ്റി ഒരാൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങളെ ധരിപ്പിക്കാനല്ല. നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിങ്കല്ലിൽ കുറിച്ചിട്ട പോലെ മനസ്സിൽ കുറിച്ചിടണം. ഇന്നും ഏതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ മീറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് ആ വാക്കുകൾ തരുന്ന ആത്മധൈര്യം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളെപ്പറ്റി പലരും വേണ്ടാത്തത് പറഞ്ഞിരിക്കാം, അത് ഈ രീതിയിൽ അതിനെ ഇഗ്നോർ ചെയ്യണം. പക്ഷെ നല്ല വാക്കുകൾ പറഞ്ഞാൽ അത് കരിങ്കല്ലിൽ കുറിച്ചിട്ട പോലെ നിങ്ങൾ എഴുതി വെച്ചാൽ, എൻ്റെ കുട്ടികളെ, നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മന്ദം ബാലകലോത്സവത്തെ പറ്റി രണ്ട് വാക്ക് മന്ദം ബാലകലോത്സവത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സഹോദരനായ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ് വളരെ വൃത്തിയായി കൃത്യമായി ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഓരോരുത്തരുടെയും പേര് വരെ പറഞ്ഞ് അദ്ദേഹം പറയുകയുണ്ടായി. ശരിയാണത്.
ഈ പ്രോഗ്രാമിൽ ഇന്നിപ്പോൾ പ്രോഗ്രാം 6 മണി എന്ന് പറഞ്ഞാൽ 6:15 തുടങ്ങേണ്ടതാണ്. ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ, നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പല ആളുകളും എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം കൂടിയാണ്, അതെൻ്റെ റിക്വസ്റ്റാണ്. ഇങ്ങനെയുള്ളൊരു ചടങ്ങിൽ സാധാരണയുള്ള ഒരു ചടങ്ങ് പോലെയല്ല, ആളുകൾ സമയത്ത് എത്തിച്ചേരും. അപ്പം നിങ്ങൾ ആ സമയത്ത് എത്തിച്ചേരണം. ഇഫ് യു റെസ്പെക്ട് ടൈം, ഇഫ് യു ഫോളോ ടൈം, അതും എൻ്റെ കുട്ടികളോടുള്ള എനിക്കുള്ള അഭ്യർത്ഥനയാണ്. എവറിത്തിങ് വിൽ ഫോളോ യു. അല്ലാതെ കുറേ ആളുകൾ വന്ന് ഒരു 3/4 മണിക്കൂർ ആളുകളെ പിടിച്ചിരുത്തി ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത് കാരണം ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ആ കാര്യം വന്നപ്പോൾ തന്നെ ജനാർദ്ദനൻ ചേട്ടൻ പിന്നെ മറ്റ് ആളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചു. മാത്രമല്ല കലാപ്രതിഭ ശൗര്യ ശ്രീജിത്ത്, അദ്ദേഹം ആ കുട്ടി റെഡിയായി വന്നു. പിന്നെ ചോട്ടു, അദ്ദേഹം പറഞ്ഞു എന്നോട്, സാറ് പോയിക്കോളൂ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അനക്ക് റെഡിയാവുമെന്ന്. ഇങ്ങനെയുള്ള നല്ല കോപ്പറേഷൻസും എനിക്ക് അവിടെ നിന്ന് കിട്ടി എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഞങ്ങളൊരു 45 മിനിറ്റ് വൈകിയാണെങ്കിലും പ്രോഗ്രാം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് തന്നെ ഈ ഹാൾ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് ആളുകളെ എല്ലാവർക്കും ഇരുത്താൻ പറ്റുന്നില്ല. മാത്രമല്ല മുൻ ശ്രേണിയിലിരിക്കുന്ന പല ആളുകളും അവരെപ്പോലും നമുക്ക് 2ാമത്തെയും 3ാമത്തെയും ലൈനിലേക്ക് ഇരുത്തേണ്ടി വരികയാണ്. അത് അടുത്ത തവണ ഉണ്ടാവില്ല, ഏത് കമ്മിറ്റി ആയാലും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. പിന്നെ വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ ജീവനായി പ്രവർത്തിച്ചത് സതീഷ്, രഞ്ജു, വിനോദ്, പിന്നെ പ്രോഗ്രാം ജനറൽ കോർഡിനേറ്റർ ജയൻ ചേട്ടൻ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ ലേഡീസ് വിങ് കൺവീനർ ഷീജ ജയൻ. പിന്നെ ആളുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എഴുതിയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മാത്രമല്ല ശരത്തേട്ടൻ ഇരിക്കുന്നുണ്ട്, പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. നന്ദി ഞാൻ ആരോട് ചൊല്ലേണ്ടു, മോഹൻലാലിൻ്റെ ഒരു പാട്ട് ഏതൊരു പടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ എനിക്ക് ആരോടാണ് നന്ദി പറയേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥയിലാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ IT സെൽ വളരെ ചിട്ടയായ കൃത്യമായ പ്രവർത്തനത്തിന് വേണ്ടി ഈ പ്രോഗ്രാമിലുടനീളം നമ്മളെ സഹായിച്ച ശ്രീകുമാർ, അയ്യപ്പൻ, ഹരിയേട്ടൻ, ഹരിദാസ് ബാറ്റൽക്കോ, പിന്നെ അജയ് പി നായറാണ് ജഡ്ജസ് കോർഡിനേഷൻ എല്ലാം ചെയ്ത്. പിന്നെ നമ്മുടെ അംഗമല്ലായിട്ട് പോലും ഈ പ്രോഗ്രാമിൽ ഉടനീളം അഹോരാത്രം കഷ്ടപ്പെട്ട ശ്രീ അനീഷ്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ വലിയ രീതിയിൽ കൈയടിച്ച് അദ്ദേഹം, അങ്ങനെ എല്ലാവരെയും ഞാൻ വളരെയധികം പ്രശംസിക്കുകയാണ്. പിന്നെ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് അംഗങ്ങൾ, ഒരുപാട് NSSൻ്റെ വളണ്ടിയേഴ്സ്, അഹോരാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോകുന്നത് 12 മണിക്കും 1 മണിക്കും ഒക്കെയാണ്. എന്നിട്ടും പിറ്റേ ദിവസം ഞാൻ കണ്ടുപിടിക്കുന്ന ഇവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ്. ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം പ്രോഗ്രാം ബെറ്ററായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഹോരാത്രമുള്ള അവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ വളണ്ടിയേഴ്സിന്റെ മുന്നിൽ ഞാൻ മനസ്സാൽ ശിരസ് നമിക്കുകയാണ്. അത്രയും നന്നായി അവർ വർക്ക് ചെയ്തു. കാരണം ഒരുപാട് പരിമിതികളുണ്ട്, എന്നിട്ടും അവരുടെ ആ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഈ കലാമാമാങ്കം ഇത്ര വലിയ വിജയമായി എത്തിച്ചത്, ഇത്ര വലിയ വിജയകരമാക്കിയത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇന്നത്തെ ദിവസം പോലും പല പ്രതിസന്ധികളും ഉണ്ടായി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രതിസന്ധികൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വേറൊരു അവസരത്തിൽ അത് വളരെ ഭംഗിയായി ഞാൻ പറയുമായിരിക്കും. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ശരത് ചേട്ടൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. കലാതിലകം നേടിയ കുട്ടിയെ, കലാപ്രതിഭ നേടിയ കുട്ടിയെ, ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ, സംഗീതരത്നയെ, സാഹിത്യരത്നയെ, നാട്യരത്നയെ, സംസ്കൃതരത്നയെ, സംസ്കൃതം ആദ്യമായുള്ള കോമ്പറ്റീഷൻ നടത്തുന്നത് NSSലാണ്. അപ്പോൾ ഈ കുട്ടികളെ മറ്റെല്ലാ പ്രൈസ് വിന്നേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രൈസ് കിട്ടാതെ പോയവരോട് ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്കറിയാൻ വേണ്ടി ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുന്ന വേദിയിൽ ഞാൻ പറഞ്ഞു, യേശുദാസ് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ചെന്നപ്പോൾ വോയിസ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് റിജക്റ്റ് ആയ ആളാണ്. പിന്നെ അമിതാഭ് ബച്ചൻ, അമിത് സയാനി എന്ന് പറയുന്ന പ്രോഗ്രാം ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ട് എത്രയോ തവണ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി അദ്ദേഹത്തിന് കാണാൻ പോലും കഴിഞ്ഞില്ല. അവരെല്ലാം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വിജയിച്ച കുട്ടികളോട് എനിക്ക് പറയാനുള്ള, വിജയങ്ങൾ കേവലം ആഘോഷങ്ങളാണ്. അത് ആഘോഷത്തിൽ ഒതുക്കി നിർത്തരുത്. പരാജയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
പരാജയത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള മത്സരങ്ങളെ നിങ്ങൾ വിലയിരുത്തേണ്ട വേറൊരു കാര്യത്തിലാണ്. ഇങ്ങനെയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികങ്ങളാണ്. ആപേക്ഷികങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തെ മൂഡ്, അല്ലെങ്കിൽ നമ്മുടെ ആ ദിവസത്തെ സമയം, ലക്ക്. നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ ഷൊഹൈബ് അഖ്തറിൻ്റെ ബോളിൽ തന്നെ ഒരു സെഞ്ചുറി അടിക്കാം, വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതേ ഗ്രൗണ്ടിൽ തന്നെ 0 ഔട്ടാവാം. അപ്പോൾ പല കാര്യങ്ങൾ, അതും ഇതും കൂടി കമ്പയർ ഇല്ലെങ്കിലും വെവ്വേറെ രീതിയിലുള്ള ഘടകങ്ങളായിരിക്കാം. പക്ഷേ ഇതെല്ലാം കമ്പാരിസനാണ്. പിന്നെ എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളും കുറവുകളും ഒക്കെ തോന്നിയേക്കാം. അപ്പോൾ ഇതെല്ലാം ആപേക്ഷികങ്ങളാണ്. നിങ്ങൾ പിന്മാറാതെ നിങ്ങളുടെ കഴിവുകൾക്ക് മാറ്റുരച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അതെ, ഇന്ന് ഈ വേദി ധന്യമാക്കിയ ശരത് ചേട്ടനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.